ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഒരിക്കലൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് 2 ക്വസ്റ്റ്യനുമായിട്ടാണ്. ഈ 2 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ നിങ്ങൾക്ക് 6 മാർക്കാണ് കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾ എല്ലാവരെയും വട്ടം കറക്കുന്ന ഒരു ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 2 ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് 2017 ക്രിസ്മസ് എക്സാമിന് 10 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. 2018 അത് 12 മാർക്കായി, 2019 അത് 12 മാർക്കായി. ഈ 2023 നടക്കുന്ന ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിനോളം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ആ 8 മാർക്ക് ക്വസ്റ്റ്യനിലെ 6 മാർക്ക് ക്വസ്റ്റ്യൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കിടക്കാം. നമ്മൾ ഏതൊക്കെ 2 ടോപ്പിക്കാണ് മെയിൻലി നമ്മൾ ഈ ചാപ്റ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ എന്ന് പറയുന്ന ആംഗുലാർ മൊമെന്റവും ടോർക്കുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷന്റെ ഡെറിവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് മക്കളെ? മാസ് അതേപോലെ തന്നെ ഫോഴ്സ്, ഇതിന്റെയൊക്കെ റൊട്ടേഷൻ അലോഗ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ റൊട്ടേഷൻ അലോഗുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. എപ്പോഴും മാസ് ആണ് കാണുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് ആയിരിക്കും. മക്കളെ, മാസിന്റെ റൊട്ടേഷൻ അലോഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അതേപോലെ തന്നെ ഫോഴ്സിന്റെ റൊട്ടേഷൻ അലോഗ് എന്ന് പറയുന്നത് ടോർക്ക് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ആ ഡെറിവേഷൻ ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ഇക്വേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം റെഡ്യൂസ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. മക്കളെ, നമുക്കറിയാം ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും റിലേഷൻ L is equal to R cross P എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് ടോർക്കും ആംഗുലാർ മൊമെന്റം നമ്മൾ റിലേഷൻ ഉണ്ടാക്കുക. ഒന്നും ചെയ്യേണ്ട, ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്താൽ മാത്രം മതി. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കിവിടെ dl/dt എന്ന് കിട്ടും. റൈറ്റ് സൈഡ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് R cross P ആണ്. ഇനി ഡെറിവേറ്റീവ് റൂൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ് മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആണ്. ഇതാണ് ഡെറിവേറ്റീവ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം dp/dt ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി dl/dt is equal to R cross F എന്ന് എഴുതാം. R cross എന്തെന്ന് എഴുതാം മക്കളെ? F എന്ന് എഴുതാം. പ്ലസ് P ക്രോസ് നമുക്ക് dr/dt നെ V എന്ന് എഴുതാം. മക്കളെ പഠിച്ചു വെച്ചോ, P ക്രോസ് V എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് മൊമെന്റം എന്ന് പറയുന്ന മാസിന്റെ വെലോസിറ്റി ആണ്. V ക്രോസ് V നമുക്ക് എല്ലാവർക്കും അറിയാം. V ക്രോസ് V എനി വെക്ടർ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതേ വെക്ടർ കൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് ആൻസർ 0 കിട്ടും. ബിക്കോസ് ആംഗിൾ ബിറ്റ്വീൻ V ആൻഡ് V 0 ആയതുകൊണ്ട് ഒരേ വെക്ടറിനടക്കുള്ള ആംഗിൾ 0 ആയിരിക്കും. മക്കളെ, അപ്പൊ എന്ത് കിട്ടിയടാ? ഈ ഒരു ടേം 0 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം R ക്രോസ് F എന്ന് പറയുന്നത് എന്താണ്? ടോർക്കാണ്. അപ്പോൾ കിട്ടി മക്കളെ, dl/dt is equal to നമുക്ക് ടോർക്ക് എന്ന് എഴുതാൻ സാധിക്കും. ഇതാണ് ആ റിലേഷൻ. ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. എല്ലാവരും പഠിച്ചിട്ട് പോകേണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ് മക്കളെ. ഇത് എല്ലാവരും എന്ത് ചെയ്യുക? ഇത് പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. മനസ്സിലായില്ലേടാ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിലെ സി ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 2 വെക്ടർ തന്നിട്ടുണ്ട്. ഫോഴ്സ് വെക്ടറും ഉണ്ട്, പൊസിഷൻ വെക്ടറും ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് ടോർക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടോർക്ക് is equal to R cross എന്താണ് മക്കളെ? R cross F ആണ്. അല്ലേടാ? എങ്കിൽ നമുക്ക് ഇവിടെ R തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ട്. R എത്രയാണ്? 7i cap പ്ലസ് ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഫോഴ്സ് is equal to 7i cap പ്ലസ് 3j cap മൈനസ് 5k cap. യെസ്. ഇനി നമുക്ക് പൊസിഷൻ വെക്ടർ നോക്കാം, അല്ലെങ്കിൽ റേഡിയസ് വെക്ടർ തന്നിട്ടുണ്ട്. i cap മൈനസ് j cap പ്ലസ് k cap. i cap മൈനസ് j cap പ്ലസ് k cap. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ വെക്ടർ വന്നിരിക്കുന്നത്. പൊസിഷൻ വെക്ടറും ഉണ്ട്, അതേപോലെ തന്നെ ഫോഴ്സ് വെക്ടറും ഉണ്ട്. ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് R ക്രോസ് F ആണ്. R ക്രോസ് എന്താണ് മക്കളെ? F ആണ്. ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇത് ഡിറ്റർമിൻ മെത്തേഡ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, നമ്മൾ ആദ്യമേ ഐയും ജെയും കെയും എഴുതുന്നു. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇനി എന്താണ്? ഫസ്റ്റ് കിടക്കുന്നത് R ആയതുകൊണ്ട് ആറിന്റെ ഐയും ജെയും കെയുടെയും കോഎഫിഷ്യന്റ് താഴോട്ടേക്ക് എഴുതുന്നു. ആറിന്റെ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, ജെയുടെ കോഎഫിഷ്യന്റ് -1 ആണ്, കെയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇനി എഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ എഫിന്റെ ഐയുടെ കോഎഫിഷ്യന്റ് 7, 3, -5. അപ്പൊ ആ 7നെയും 3നെയും -5നെയും താഴ്ത്തുന്നു. മക്കളെ, ഐയും ജെയും കെയും മാറ്റി ബാക്കിയുള്ള ആൾക്കാരെ അതേപോലെ താഴ്ത്തി എഴുതുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ബാക്കി ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ
നോക്കിയടാ, ഐ ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ റോയിങ് കോളം കളയുക, ഇവനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ഇവനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ -1 × 5 എന്ന് പറയുന്നത് -5 ആണ്. 1 × 3 എന്ന് പറയുന്നത് -3 ആണ്. മൈനസ് ജെ ക്യാപ്പ്, ഒന്ന് പ്ലസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അടുത്ത മൈനസ് എടുക്കേണ്ടി വരും. ഓക്കെ, ജെ ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ജെയുടെ റോയിങ് കോളം കളയുക, ഈ ജെയുടെ കോളം കളഞ്ഞു, റോയും കളഞ്ഞു. ബാക്കിയുള്ളത് 1 × -5 ആണ്, -5 ആണ്. അതേപോലെ 1 × 7 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 7 ആണ്. യെസ്, ഇതിന്റെ കണക്റ്റിംഗ് സൈൻ ആയിട്ട് മൈനസ് ഇടണം. ഇനി അടുത്ത എന്താ മക്കളെ, പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കെയുടെ റോയിങ് കോളം കളഞ്ഞാൽ മക്കളെ നമുക്ക് എന്താ കിട്ടുന്നത്, 1 × 3 ആണ്. 1 × 3 എന്താണ്, 3 ആണ്. 1 × -7 നമുക്കറിയാം -7 ആണ്. എങ്കിൽ നമുക്ക് കിട്ടും i -8 ഐ ക്യാപ്പ് -8 ഐ ക്യാപ്പ് മൈനസ് പ്ലസ് കിട്ടും, അത് +12 ജെ ക്യാപ്പ് പ്ലസ് മൈനസ് കിട്ടും -4 കെ ക്യാപ്പ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്കിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇതാണ് നമ്മളുടെ ടോർക്കിന്റെ എക്സ്പ്രഷൻ. റെഡിയല്ലേ മക്കളെ? അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയാടാ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എക്സ്പ്ലെയിൻ ചെയ്യുക ആൻഡ് പ്രൂവ് ഇറ്റ് മാത്തമാറ്റിക്കലി. അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്. ഇഫ് there is no external torque, എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ the total angular momentum remains constant. If there is no external torque, the total angular momentum remains constant. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ ഒരു കുഞ്ഞു ഡെറിവേഷൻ മക്കളെ. ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല, ഒരു ബോഡിയിൽ നമ്മൾ ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല. നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു dl/dt. തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്താണ്. dl/ എന്താണ്, dt ആണ്. ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല ബോഡിക്ക് ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ 0 = നമുക്ക് എഴുതാം dl/dt. എഴുതിക്കൂടെ? ഇവിടുന്ന് dt നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടും dl = 0. dl എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം ആണ്. ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും മക്കളെ, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം L is a constant. L ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന റേഡിയസ് r1 ആണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ i1. അത് കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി ω1 ആണ്. എങ്കിൽ ഇവിടുത്തെ ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റ് നമുക്ക് പറയാം i1 ω1 ആണ്. അതിന്റെ റേഡിയസ് കൂടി, അതിന്റെ റേഡിയസ് അങ്ങോട്ട് കൂടി, അതിന്റെ റേഡിയസ് r2 ആയി. അത് കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി കുറഞ്ഞു, ω2 ആയി. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി i2 ആയി. എങ്കിൽ നമുക്ക് പറയാം ഫൈനൽ ആംഗുലാർ മൊമെന്റം i2 എന്തായിരിക്കും മക്കളെ, ω2 ആയിരിക്കും. ഈ കേസിൽ പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം മാറില്ല. ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റവും ഫൈനൽ ആംഗുലാർ മൊമെന്റം സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം i1 ω1 is equal to മക്കളെ എന്താണ്, i2 ω2 ആണ്. ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ i ω ആണ്. എങ്കിൽ നമുക്ക് പറയാം i ω is a constant. Then simply we can write omega is inversely proportional to moment of inertia. മക്കളെ, ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ, എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ലാതെ ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ ഉറപ്പിക്കുക അവിടെ എന്താ സംഭവിക്കുന്നത്, ഒമേഗ കുറയും. ഐ കൂടിയാൽ എന്ത് കുറയും, ഒമേഗ കുറയും. അപ്പൊ ഈ രണ്ട് കേസിൽ ആർക്കാണ് മോർ ആംഗുലാർ സ്പീഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കേസിൽ ഐ കുറവാണ്, റേഡിയസ് കുറഞ്ഞാൽ ഐ കുറയും. അപ്പോൾ ഒമേഗ കൂടുതലായിരിക്കും. ഒന്നാമത്തെ ആൾ നന്നായിട്ട് കറങ്ങും, രണ്ടാമത്തെ ആൾ അതിനേക്കാൾ സ്പീഡ് കുറവായിരിക്കും, ആംഗുലർ വെലോസിറ്റി കുറവായിരിക്കും. എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മക്കൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്നതിൽ ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ഹാസ് മോർ ആംഗുലർ വെലോസിറ്റി ആർക്കാണ് കൂടുതൽ? മക്കളെ നിങ്ങൾ പറയടാ. കൈ ഇങ്ങനെ ചുരുട്ടിക്കറങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, റേഡിയസ് കുറവാണ്. റേഡിയസ് കുറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞാൽ എന്ത് കൂടും മക്കളെ, ആംഗുലാർ വെലോസിറ്റി കൂടും. അപ്പോൾ രണ്ടാമത്തെ ഫിഗർ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഫിഗർ 2 ആണ് റൈറ്റ് ആൻസർ. ഫിഗർ 2 വിൽ മോർ ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. റെഡി അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനോട്ട് കടക്കുകയാണ്. ഇതാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ. നല്ലൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആംഗുലാർ മൊമെന്റുമായിട്ട് കമ്പയർ ചെയ്ത് എപ്പോഴും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതിന് ഞാൻ പറയുന്ന ഐഡിയ i1 ω1 = i2 ω2. ഇതങ്ങ് ചെയ്താൽ മതി, ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമിൻ ദ ഡ്യൂറേഷൻ ഓഫ് ദി ഡേ
എർത്ത് ഈ സഡൻലി ഷ്രിങ്ക്. എർത്ത് എന്ത് ചെയ്തു? 1/8, അതിന്റെ വോളിയം 1/8 ആയിട്ട് കുറഞ്ഞു. നമുക്കറിയാം വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും അല്ലെ, നമുക്കറിയാവുന്നതല്ലേ. എങ്കിൽ മാസിനൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. ദ എർത്ത് റിമെയിൻസ് അൺചേഞ്ച്. എന്താ സംഭവിക്കുന്നത്? ഡിറ്റർമിൻ ദ ഡ്യൂറേഷൻ ഓഫ് ദി ഡേ. ഡ്യൂറേഷൻ ഓഫ് ദി ഡേക്ക് എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് എർത്ത് അങ്ങ് ചുരുങ്ങിക്കഴിഞ്ഞാൽ ഡേയുടെ ഡ്യൂറേഷൻ എന്ത് സംഭവിക്കും? ഇപ്പൊ 24 മണിക്കൂർ അല്ലേടാ. ഈ 24 മണിക്കൂർ എന്നുള്ളത് എന്താകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിക്കേഷൻ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം mr² ആണ്. അപ്പൊ ഇവിടെ r² അല്ലെങ്കിൽ mk². ഇത് സ്പിയർ ആയതുകൊണ്ട്, ഇതൊരു സ്പിയർ ആയതുകൊണ്ട് നമുക്കറിയാം സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/3 mr² ആണ്. നമുക്ക് അത് അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. യെസ്, 2/3 എന്താണ് മക്കളെ? mr² ആണ്. mr1². ω1 പോലും നമുക്കറിയാം 2π/t ആണ്. ഒമേഗയുടെ ഇക്വേഷൻ, ഒമേഗ ഇൻ ടേംസ് ഓഫ് ടൈം പീരീഡ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി I2 പകരം നമുക്ക് എഴുതാം 2/3. മാസ് മാറുന്നില്ല. mr2² 2π/t2. 2π കട്ട് ചെയ്ത് കളയാം. 2/3 കട്ട് ചെയ്യാം. m കട്ട് ചെയ്യാം. നമുക്ക് എഴുതാം r1²/t1 = r2²/t2. മക്കളെ കണ്ടുപിടിക്കേണ്ടത് T2 ആണ്. മക്കളെ T2 = നമുക്ക് എന്താ കിട്ടുന്നത്? T2 = r2/r1 the whole square into നമുക്ക് എന്ത് എഴുതാം മക്കളെ? T1 എന്ന് എഴുതാം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സാറേ R2 R1 തമ്മിൽ റിലേഷൻ ഉണ്ടോ? മക്കളെ ഇവിടെ പറയുന്നുണ്ട് ഇനിഷ്യൽ വോളിയം V1 ആണെങ്കിൽ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി? 1/8 ആയിട്ട് കുറഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ V2 = 1/8 ഓഫ് V1 ആണ്. വോളിയത്തിന്റെ ഇക്വേഷൻ സ്പിയർ ആണ്. വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം 4/3 πr³ ആണ്. വോളിയത്തിന്റെ ഇക്വേഷൻ 4/3 πr² ആണ്. = 1/8 ഓഫ് ദി 4/3 πr1. 4/3 πr1³ എന്ന് എഴുതാം. എല്ലായിടവും 4/3 π നമുക്ക് വെട്ടിക്കളയാം. രണ്ടിടത്തും നിരത്തി പിടിച്ച് ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും R2 = r1/2. റേഡിയസ് നേരെ പകുതിയാവും. അതായത് എർത്തിന്റെ ആദ്യത്തെ റേഡിയസ് r1 ആണെങ്കിൽ രണ്ടാമത്തെ റേഡിയസ് 1/8 ആയി. R2 = r1ന്റെ പകുതിയാവും. ഓർക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു സ്പിയറിന്റെ വോളിയം 1/8 ആയിട്ട് കുറഞ്ഞാൽ അതിന്റെ റേഡിയസ് 1/2 ആയിട്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പഠിച്ചു വെച്ചോ മക്കളെ. എങ്കിൽ R1ഉം R2 നമ്മൾ റിലേഷൻ കിട്ടി. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് നൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മക്കളെ T2. T2 = നമുക്ക് പറയാം R2ന് പകരം എന്ത് കൊടുക്കാം മക്കളെ? R1/2 എന്ന് കൊടുക്കാം. ഇവിടെ ഒരു R1 ഓൾറെഡി കിടപ്പുണ്ട്. ദ ഹോൾ സ്ക്വയർ ഉണ്ട്. പിന്നെ ഇവിടെ കിടക്കുന്നത് T1 ആണ്. = R1 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് കിട്ടും T1/4 എന്ന് കിട്ടി. നമുക്കറിയാം T1 എന്ന് വെച്ചാൽ 24 മണിക്കൂറാണ്. 24/4 എന്ന് പറയുന്നത് നമുക്ക് എത്ര ആയിട്ട് പറയാം? 6 അവർ ആയിട്ട് പറയാം. 6 മണിക്കൂറായിട്ട് ചുരുങ്ങും അല്ലെ? 24 മണിക്കൂർ എന്നുള്ളത് 6 മണിക്കൂറാവും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മക്കളെ, നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ ക്രിസ്മസ് എക്സാമിന് കയറാൻ പാടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.